അപ്പോൾ ഇന്നൊരു സ്റ്റഡി ലീവുള്ള ദിവസമായിരുന്നു. കുറേ നേരം ഇരുന്ന് പഠിച്ച് വട്ട് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് പുറത്ത് പോവാണ്, ഒരു ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതേ ഒരു കടയിൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഈ വോഡാഫോണിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ തൂങ്ങിയിട്ടിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കടയൊക്കെ റീചാർജ് ചെയ്യുന്നത്. ശരിക്കും നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു സോഡ ലൈമൊക്കെ കുടിച്ചു, ക്യാഷൊക്കെ കൊടുത്തു. നമ്മൾ ബാലൻസ് വാങ്ങി നേരെ ഇവിടുന്ന് വിട്ടടിക്കാൻ പോവാണ്. ചെറിയ രീതിയിലുള്ളൊരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് പോയാലേ മഴയ്ക്ക് മുമ്പ് അവിടെ എത്തത്തുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. കണ്ടോ, അപ്പോൾ തിരക്കൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടിയും കുറവാണ്. ഇത് ലൊക്കേഷനിൽ എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് ചെന്നപ്പോൾ തന്നെ നല്ല നിറച്ചും പഴക്കുറകളൊക്കെ തൂങ്ങിയിട്ടിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഒരു രസമല്ലേ മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വന്ന് കഴിക്കുക. പിന്നെ ഞാൻ അവിടുത്തെ അലമാരിയിൽ നോക്കിയപ്പോൾ പഴംപൊരി കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിവടയും ബോണ്ടയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. കൂടുതലും പഴംപൊരി തന്നെയാണ്. പിന്നെ ഞാൻ ഉള്ളിൽ കയറി. എനിക്ക് ആക്ച്വലി പഴംപൊരി ബീഫ് വലിയ താല്പര്യമില്ല ഇതിന് മുമ്പ് കഴിച്ചപ്പോൾ. അതുകൊണ്ട് ഞാനൊരു പഴംപൊരി ഒരു അപ്പവും ബീഫുമാണ് വാങ്ങിയത്. കാരണം ഇൻ കേസിന് പഴംപൊരി ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അപ്പവും ബീഫും കഴിച്ച് നോക്കി. പക്ഷേ അപ്പം എനിക്ക് അത്ര ഒരു എന്താ പറയുക ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. കാരണം ഇതിലും ബെറ്റർ ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് അപ്പം എന്താണ് ഒരു 10 ഔട്ട് ഓഫ് 6 അല്ലെങ്കിൽ 7 ഞാൻ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ ബീഫ് കറി എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല, 10 ഔട്ട് ഓഫ് 10 ആണ്. പിന്നെ ഞാൻ ആ പഴംപൊരിയായിട്ട് കഴിച്ച് നോക്കി. ഓസം, ഒന്നും പറയാനില്ല, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പഴുത്ത പഴംപൊരിയുടെ ആ മധുരവും പിന്നെ ആ ബീഫ് കറിയുടെ ഒരു ചെറിയ എരിവും ഒക്കെ കൂടെ ആയപ്പം നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ ബീഫിൻ്റെ ക്വാളിറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല വെന്തിട്ടുള്ള പീസുകളൊക്കെ ആയിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചു. പിന്നെ ഈ വിറകടുപ്പിലിരുന്ന് വെന്ത് കുറുകി വരുന്ന ബീഫിൻ്റെ ചാറിനൊരു പ്രത്യേക രുചിയില്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കണം അധികം അങ്ങോട്ട് എരിവുമില്ല. എന്നാൽ ആ ബീഫിൻ്റെ നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള പീസും ഒക്കെ കൂടെയുള്ള ബീഫ് കറിയായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങി പഴംപൊരി, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ അവിടുന്ന് ചേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വിട്ടു. കിച്ചണിലേക്ക് ചെന്നപ്പോൾ നല്ല ചൂട പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ അടുത്ത സെറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ നല്ല പോർക്കൊക്കെ വരട്ടി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ബീഫ് അടുപ്പത്ത് ഇരിക്കുന്നു ചെറിയ കനലിൽ. അതിൽ ചെറിയ ഞൊരിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. കാരണം അത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടില്ല, അടുപ്പത്ത് ചെറു ചൂടോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇരുന്ന് കുറുകി വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പ്രത്യേകിച്ച് ഈ മഴയത്തൊക്കെ ഒരു ബൈക്കൊക്കെ ഉള്ളവരൊന്ന് റൈഡ് അടിച്ച് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പം കോട്ടയത്തുള്ളവരെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് പാലായിക്ക് പോകുന്ന വഴിക്ക് വള്ളിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്.